ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. വീട്ടിലൊരു സദ്യ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ചെറിയൊരു കാറ്ററിംഗ് കൂടെയാണ് കേട്ടോ. എൻ്റെ കാക്കുൻ്റെ ഒരു ക്ലബ്ബ് ഉണ്ട്, ക്രിക്കറ്റ് ക്ലബ്ബാണ്. അപ്പോൾ സെഞ്ചുറി യൂണിവേഴ്സൽ ക്രിക്കറ്റ് ക്ലബ്ബ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവരുടെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് വീട്ടിലാണ് സദ്യ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ കാക്കു ഇവിടെ നാട്ടിലില്ല. അപ്പോൾ വിളിച്ചിട്ട് ഉമ്മാനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. അവർക്ക് ചെറിയൊരു സദ്യ എടുക്കണം, കൂടുതൽ കൂട്ടാനും കറികളൊന്നും വേണ്ട, ജസ്റ്റ് എന്തെങ്കിലും ഒരു 4 കൂട്ടാനൊക്കെ മതി, എന്നാലും നിങ്ങൾ ഉണ്ടായി കൊടുക്കുമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉമ്മാക്ക് വിളിച്ച് ചോദിച്ചിന്. അപ്പം ഉമ്മ കുഴപ്പമെല്ലാം ഉണ്ടായി കൊടുക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഒരു 40 പേർക്കുള്ള ഫുഡാണ് കേട്ടോ അവിടെ വീട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പപ്പടം 44 പപ്പടം, മുളക് പൊരിച്ചതുണ്ട്. പിന്നെന്താ ഇവിടെ ബീട്രൂട്ട് പച്ചടിയാക്കി ചെടിയാ, ബീട്രൂട്ട് പച്ചടിയാക്കി ചെടിയാ, ബീട്രൂട്ട് പച്ചടി. ഓക്കെ, മാങ്ങ അച്ചാറ്, നല്ല അടിപൊളി മാങ്ങ അച്ചാറ്. പിന്നെന്താ പിന്നെ ഏതാ പായസം ഉണ്ട് ഇവിടെ, നല്ല പായസം. ഇതൊരു തൊഴിലായിട്ട് എടുക്കണം നമുക്ക്. ചോറുണ്ട്, അവിയലുണ്ട്, അവിയലിന് വെള്ളം ഇറങ്ങിക്കണ്ടമ്മ, അവിയല്. പിന്നെ ഇവിടെ എന്താ ക്യാബേജ് തോരൻ, ക്യാബേജ് തോരൻ ഉണ്ട്. സാമ്പാറ്, സാമ്പാറിന്റെ എന്താ അതിനെന്തെങ്കിലും ഉണ്ടോ? പിന്നെ ചോറ് ഇനി ഇവിടെ ഊറ്റുണ്ട് കേട്ടോ. ചോറ് എത്ര വെച്ച മൊത്തം? 7 കിലോ. വലിയ പരിപാടി ഏട്ടമ്മ, വലിയ പരിപാടി. ഇവിടെ വാ, ഇതൊന്ന് എന്താ അടുത്തത്? വെള്ളരിക്ക പച്ചടി. മൂന്നെണ്ണൊക്കെ റെഡി ആക്കിയിട്ട് എലിശ്ശേരി പുളഞ്ചിയുടെ അവിടെ ഇതില് എന്താ പറയാ, ആ പാത്രത്തില്
മുളക് അങ്ങനെ ഫുഡെല്ലാം റെഡിയായി, പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോയിലാണ് അങ്ങോട്ട് കൊടുത്തയക്കണത്. അപ്പോൾ ചോറ് 2 ചെമ്പുകളിലായിട്ടും കറി ഇങ്ങനെ ഒരു വലിയൊരു ചെമ്പിലൊക്കെ ആയിട്ടാണ് ആക്കിയത്. പിന്നെ ക്വാണ്ടിറ്റി അധികമുള്ള അവിയൽ, ക്യാബേജ് തോരൻ, പായസം ഇതൊക്കെ വലിയൊരു പാത്രത്തിലാക്കിയിട്ടാണ് കൊടുത്തയക്കുന്നത്. ബാക്കിയുള്ള കൂട്ടാൻ ഐറ്റംസ് ഒക്കെ നമ്മൾ ചെറിയ ചെറിയ കവറിൽ അങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തയക്കാണ്. ലെനക്കും നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെന്തെങ്കിലും കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടാളും നല്ല ഹാപ്പി ആയിട്ട് ചെയ്ത് തീർക്കും കേട്ടോ. ഭയങ്കര ആക്റ്റീവായിരിക്കും. അപ്പോൾ അവരെന്തോ വലിയ ആൾക്കാരായി എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ രണ്ടാൾക്കും. മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അവർ ചെയ്ത് തീർക്കും. ഇപ്പം അതാ കവറും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ഓട്ടോയിൽ വെക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് അവിടെ എത്തിച്ചിട്ടില്ല, അവർ കഴിക്കുന്ന കുറച്ച് വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കല്ലേ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തയച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ ഉമ്മ നല്ല ടെൻഷനിലായിരുന്നു. അവരുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് കാക്കൂനോട് ഇങ്ങനെ വിളിച്ച് ചോദിക്കേണ്ടിയിരുന്നു കേട്ടോ, എന്തായി അവരെന്താ അഭിപ്രായം പറഞ്ഞതെന്നൊക്കെ. മാഷാല്ലാ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളും തന്നെ വേറെ നിറച്ച് കഴിച്ചു. ഇപ്രാവശ്യത്തെ ഓണസദ്യ നമ്മളെ വീട്ടിൽ തന്നെ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയും വിധത്തിൽ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.